ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ കർദിനാൾ സ്ഥാനാരോഹണം ഇന്ന് നടക്കുന്നതായിരിക്കും. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇന്ത്യൻ സമയം രാത്രി 8:30-ക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. വത്തിക്കാനിൽ നിന്നും മാധ്യമപ്രവർത്തകനായ പ്രൊഫസർ ജോസ് ബി ഫിലിപ്പ് ചേരുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത്. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഇന്ന് വളരെ നമ്മുടെ ചാപ്പല് പേപ്പൽ ചാപ്പൽ സെന്റ് പീറ്റേഴ്സിനകത്താണ്. അപ്പോൾ അവിടെ നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൻ്റെ കുഞ്ഞായിട്ടുള്ള ഒരു മോൺസിഞ്ഞോർ ഹിസ് എക്സലൻസി ജോർജ് കൂവക്കാട്ട് ഇന്ന് കൊഞ്ചിസ്തോറും, അതായത് സഭയുടെ ഒരു അസംബ്ലിയെ ഇന്ന് അദ്ദേഹത്തെ കാർഡിനലാക്കുകയാണ്. അപ്പോൾ ഈ കാർഡിനൽ ആക്കുക എന്ന് പറയുന്നത് കേരളത്തിന് ഒരു വളരെ അഭിമാനമാണ്. ജോർജ് കൂവക്കാട്ട് നമ്മുടെ പരിശുദ്ധ പിതാവിൻ്റെ യാത്രകൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ വർഷങ്ങളായിട്ട് വത്തിക്കാൻ സ്റ്റേറ്റിൻ്റെ പബ്ലിക് സർവീസിൽ ഇവിടുത്തെ ഒരു സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നന്നായിട്ട് ഈ സഭയെക്കുറിച്ചും സഭയുടെ പ്രോബ്ലത്തെക്കുറിച്ചും ഒക്കെ അറിയാം. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈ നിയമനം ഒരു വലിയ ഒരു തുറവിയായിരിക്കും. ഇന്ത്യൻ ഡെലഗേഷനകത്ത് നമ്മളുടെ മന്ത്രിമാരുണ്ട്, ചിലരെയൊക്കെ ഞാൻ കാണാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒരു വളരെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. കാരണം ഇന്നിപ്പോൾ ഇവിടെ ഇതിനകത്ത് കയറാൻ എല്ലാവർക്കും സാധ്യമല്ല. കാരണം സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. രണ്ടാമത് 21 കാർഡിനൽസ്. അപ്പോൾ 21 പേരുടെയും ബന്ധുമിത്രാദികൾ എല്ലാവരും കൂടി വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ജോസ് ഫിലിപ്പ് ഫ്രം വത്തിക്കാൻ സിറ്റി, റോം.